ഒരു കാലത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലം തന്നെ ആക്രമിക്കപ്പെടുകയും അവിടുത്തെ താമസം വളരെ ബുദ്ധിമുട്ടിലാകുകയും ചെയ്തപ്പോൾ ഓരോ രാത്രിയും 10-20 പേര് വീതം രാത്രിയും പകലും റോട്ടായിട്ട് എനിക്ക് കാവല് കിടന്നിട്ടുണ്ട്. ഭദ്രാസന ആസ്ഥാനത്തിന് സംരക്ഷണം നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി വളരെ തകർന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആളുകൾ വരുമ്പോൾ അവരുടെ വീടുകളിലുള്ള പച്ചക്കറിയോ അരിയോ ഒക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ച് തന്നെ വെച്ച് കുടിച്ച് എനിക്കും തന്ന് അങ്ങനെ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പൊ ആ അച്ഛന്മാരുടെയും ജനത്തിൻ്റെയും കളങ്കമില്ലാത്ത പിന്തുണയാണ് ഈ കാര്യത്തിൽ തന്നെ ശക്തിയോടെ നിലനിൽക്കുന്നത്. തിരുമേനി ഈ സഭാ ഐക്യത്തിന് വേണ്ടി നിന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ പല പള്ളികൾ പൂട്ടേണ്ടി വന്നു എന്ന് തിരുമേനി പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഈ ജനങ്ങളുടെ ആരാധനകളും കൂതാശകളും അതൊക്കെ മുടങ്ങിയിരുന്നു. ആദ്യകാലത്ത് വളരെ ഉണ്ടായിരുന്നു. 95-ന് ശേഷം, പ്രത്യേകിച്ച് 99-ന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ പല പള്ളികളിലും എൻ്റെ അച്ഛന്മാരിരുന്നിടത്ത് അതിക്രമമായിട്ട് മറ്റച്ഛന്മാർ കയറുകയും പള്ളി വ്യവഹാരത്തിലാകുകയും ചെയ്തപ്പോൾ എന്നോട് ആഭിമുഖ്യത്തിൽ, ഈ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് ശവസംസ്കാരം വരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എനിക്ക് ഉണ്ടായ ഒരു ഗുണം, അവരത് സഫർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ശവസംസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ താമസിക്കുന്നിടത്ത് ഒരു പൊതു സെമിത്തേരി ഉണ്ട്. അവിടെ കൊണ്ടുവന്നാണ് അത്തരം മൃതദേഹങ്ങൾ സംസ്കരിക്കാറുള്ളത്. അതല്ല എങ്കിൽ ഞാൻ താമസിക്കുന്നിടത്തുള്ള ഇടവകയുടെ സ്വഭാവം കുറച്ചൊരു വ്യത്യസ്തമാണ്. ആ ഇടവക സ്വതന്ത്രമാണ് എങ്കിലും ഇടവക ആരാധിക്കുന്ന പള്ളി ഭദ്രാസനത്തിന്റെ. അപ്പൊ ആ പള്ളിയിൽ എന്ത് ശുശ്രൂഷ നടത്തണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു പള്ളിയില് ഈ സഭാസമാധാനത്തെ അനുകൂലിച്ച് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുകയും അവർക്ക് മാമോദീസയോ വിവാഹമോ നിഷേധിക്കുകയോ ചെയ്താൽ അവർക്ക് ഞാൻ താമസിക്കുന്ന മണ്ണുത്തിയിൽ വന്ന് ആ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രത്യേക ഫീസോ പ്രത്യേക നിയന്ത്രണം ഒന്നും കൂടാതെ അവരുടെ വികാരി അച്ഛന് വന്ന് ഇവിടെ വെച്ച് നടത്താം, ശവസംസ്കാരം ഉൾപ്പെടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു വലിയ പ്രതിസന്ധി ആയിട്ടില്ല. പിന്നെ ദൂരത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, ശവമൊക്കെ വളരെ ദൂരെ നിന്ന് കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ അതൊരു വലിയ തടസ്സമായിട്ടില്ല. എന്നാൽ അവരുടെ ഇടവകയിൽ അതൊരു തടസ്സമായിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി ആളുകൾ ആഭിമുഖ്യമുണ്ടായെങ്കിൽ പോലും പൂർണ്ണമായ ഒരു സഹകരണത്തിൽ നമ്മളോട് കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒത്തിരി പേര് ഒത്തിരി സാക്രിഫൈസസ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഈ പാത്രിയർക്കീസ് ഭാഗം കാതോലിക്ക ഭാഗം എന്ന് പറഞ്ഞ് വിഭജിച്ചു നിന്നപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ വിഭജനം ഉണ്ടായിട്ടുണ്ട്. ഈ കുടുംബത്തിലെ അംഗങ്ങൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഒന്നിച്ചു വരാനുള്ള ഒരു സൗകര്യം ഉണ്ടായി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദകരമായ ഒരു സമീപനമാണ്. പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് കാതോലിക്ക ഭാഗത്ത്, കുടുംബക്കാരെല്ലാം പാത്രിയർക്കീസ് ഭാഗത്ത്. അല്ലെങ്കിൽ നേരെ മറിച്ച് ഇവർക്കൊരു പൊതു ആവശ്യത്തിന് ഒന്നിച്ചു വരാനോ ഒന്നിച്ച് അത് സന്തോഷിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം ഈ വിഭജനം കൊണ്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അത് പോകും, അത് മാറിപ്പോയിട്ട് എല്ലാവർക്കും ഒന്നിച്ചു വരാൻ പറ്റുന്നു. പ്രത്യേകിച്ച് ഈ വടക്കൻ മേഖലകളിൽ മറ്റ് സഭകൾ കുറവാണ്. ഒന്നുകിൽ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ, അതിൽ തന്നെ 2 വിഭാഗം. എന്നാൽ അത് മർത്തോമ സഭയായാലോ CSI സഭയായാലോ വളരെ കുറവാണ്. വിവാഹ സംബന്ധമായിട്ടും അത്തരം ബന്ധങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ വന്നത് ഒരു പ്രശ്നം, ഓർത്തഡോക്സ് സഭയിലെ 2 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിലായിപ്പോയി. അവർക്കൊന്നിച്ചൊന്ന് ആരാധിക്കാൻ പറ്റാത്ത, ഒന്നിച്ചൊരു പരിപാടിയിൽ സംബന്ധിക്കാൻ പറ്റാത്ത, സംസ്കാരത്തിന് പോലും ഒന്നിച്ചു വരാൻ. ഇപ്പൊ ഒരു കുടുംബത്തിൽ ബന്ധപ്പെട്ട ഒരു അച്ഛനുണ്ട്, ആ അച്ഛൻ കാതോലിക്ക ഭാഗത്തും ഈ മരിച്ച ആള് പാത്രിയർക്കീസ് ഭാഗത്തുമാണെങ്കിൽ മരണത്തിൽ പങ്കെടുക്കാനും അതിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും കാതോലിക്ക ഭാഗത്തെ അച്ഛന് സാധിക്കാത്ത ഒരവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മരിച്ച ആളിന്റെ വീട്ടുകാർക്ക് ഒരു മനപ്രയാസമായിരിക്കും, അയ്യോ എന്റെ ഇന്ന ആളെയും കൂടെ സഹകരിപ്പിക്കാൻ പറ്റിയില്ലല്ലോ. ഇത് വിവാഹത്തിന് വരും. പ്രത്യേകിച്ചും പാത്രിയർക്കീസ് ഭാഗത്തെ നേതൃത്വം ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ മനുഷ്യത്വരഹിതമായ സമീപനമാണ് എടുത്തിട്ടുള്ളത്. അച്ഛന്മാരെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിലോ സഹകരിപ്പിക്കുന്ന കാര്യത്തിലോ അതെല്ലാം നീങ്ങിപ്പോകും എന്നുള്ളൊരു വലിയ ആശ്വാസം ഈ സഭാ സമാധാനത്തിന് കൂടെ നിൽക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു. അതിൻ്റെ കൂടെ ഞങ്ങൾ ആ മേഖലകളിൽ ഉണ്ടാക്കിയെടുത്ത ജനവും ഭദ്രാസനവും തമ്മിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വൈകാരിക ബന്ധമുണ്ട്. ആ ബന്ധം ഇതിലെ ഒരു കാര്യമാണ്. തിരുമേനി, ഇങ്ങനെ ഒരു
ഒരു ലിറ്റിഗേഷനൊക്കെ നടക്കുന്ന ഈ സമയത്ത് പള്ളികളൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ അച്ഛന്മാരുടെ കാര്യമൊക്കെ എങ്ങനെയാണ്? അവർക്ക് ശമ്പളവും അങ്ങനത്തെ? അച്ഛന്മാർ വളരെ കാലത്തേക്ക് വളരെയധികം ഉം. സാക്രിഫൈസ് ചെയ്തിട്ടുള്ള അച്ഛന്മാരാണ്. 95 സുപ്രീം കോടതി വിധി വരുന്നത്. 97 മുതൽ പല പള്ളികളിലും പ്രശ്നങ്ങൾ തുടങ്ങി. 97-ലെയും 99-ലെയും ഭദ്രാസന പൊതുയോഗങ്ങൾ ആവർത്തിച്ച് സഭാ സമാധാനത്തിന് വേണ്ടി ഏകകണ്ഠമായി വോട്ട് ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തുവെങ്കിലും ചില പള്ളികളിൽ ഇടപെടലുകൾ ഉണ്ടാവുകയും 99 മുതൽ എങ്കിലും വളരെ ദുർഘടമായ ഒരവസ്ഥ അച്ഛന്മാർക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അച്ഛന്മാർ മാസം 1500 രൂപ ശമ്പളത്തിൽ ഏതാണ്ട് 3 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്. 1500 രൂപ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ വലിയ തുകയല്ല ഒരു കുടുംബത്തെ സംബന്ധിച്ച്. മിക്കവാറും അച്ഛന്മാർക്ക് കുടുംബപരമായ വലിയ വരുമാനമോ സാമ്പത്തിക അവസ്ഥയോ ഉള്ളവരല്ല. എന്നാൽ ഈ അവസ്ഥ കണ്ടുകൊണ്ട് കാലം ചെയ്ത മാത്യൂസ് തിതിയൻ ബാവ അദ്ദേഹത്തിന്റെ സ്വകാര്യ അക്കൗണ്ടിൽ നിന്ന് ഓരോ അച്ഛന്മാരും 1000 രൂപ വീതം ഒരു 2 വർഷത്തോളം സഹായം ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം. പിന്നീട് സഭാ ഐക്യം 2002 പൂർണ്ണമാവുകയും അതോടുകൂടെ ഔദ്യോഗികമായി ശമ്പള വിതരണ പദ്ധതി കേന്ദ്ര സഹായത്തോടുകൂടെ ആകുകയും ചെയ്ത ശേഷം കുറെ വ്യത്യാസം വന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് 2005 മുതൽ സഭയിലെ ഏതൊരു വൈദികനും ലഭിക്കുന്ന വിധത്തിലുള്ള ശമ്പളം വിതരണം ചെയ്യത്തക്ക വിധത്തിൽ സഭാ കേന്ദ്രത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്. ഈ തൃശ്ശൂർ ഡയസിസിലെ ജനങ്ങൾ നമ്മുടെ ഈ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ലീഡർഷിപ്പിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എപ്പോഴും പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ ഉന്നതത്തിലായിരിക്കും തീർച്ചയായിട്ടും. എങ്കിലും പല കാര്യങ്ങളിൽ അവര് വളരെയധികം നന്ദിയുള്ളവരാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രത്യേകിച്ചും കാലം ചെയ്ത മാത്യൂസ് തിതിയൻ ബാവായുടെ സ്നേഹമസൃണമായ പൈതൃകമായ ഒരു വാത്സല്യത്തിൽ വളരെയധികം സംതൃപ്തരാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, വൈദിക ശമ്പളം ഞാൻ മുമ്പ് പറഞ്ഞു. രണ്ടാമത്, ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള പള്ളികൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ ചില പള്ളികളിൽ നിന്ന് ആളുകൾക്ക് ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ചെറുതെങ്കിലും ചാപ്പലുകൾ ഉണ്ടാക്കാനും അതിനുവേണ്ടി സ്ഥലം കണ്ടെത്താനും ഉള്ള സഹായവും സഭാ നേതൃത്വത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആളുകൾ അക്കാര്യത്തിൽ സംതൃപ്തരാണ്. പിന്നെ കൂടുതൽ ഉണ്ടാകണമെന്നുള്ള തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടാവും. കൂടുതൽ കാര്യക്ഷമമായി നടക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ. ഇപ്പൊ ഈ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ലിറ്റിഗേഷനും ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരുടെ ഈ സ്പിരിച്വൽ ഗ്രോത്തിനെ അത് എങ്ങനെ അഫക്ട് ചെയ്തിട്ടുണ്ട്? വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം ഒരു കേസ് നടത്തേണ്ടി വരുന്നു, വ്യവഹാരം നടത്തേണ്ടി വരുന്നു, അതുകൊണ്ട് പ്രശ്നത്തിലാകുന്നു എന്ന് പറയുന്നത് എപ്പോഴും മാനസികമായൊരു സംഘർഷം ഉണ്ടാക്കുന്ന ഒരു വിഷയം. അതുകൊണ്ട് ഈ കുർബാന നടക്കുമ്പോൾ പോലും ചില ആളുകൾ എന്നായിരിക്കും വാദം നടക്കുക, എന്നായിരിക്കും വിധി ഉണ്ടാവുക, ഇതെല്ലാം തീർച്ചയായിട്ടും സമാധാനമില്ലായ്മയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല, ഒരു സിനാരിയോ തിരുമേനിയെ എങ്ങനെയാണ് വൈകാരികമായി വളരെയധികം ബാധിച്ച ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും 95 മുതൽ 2001 വരെയുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സംഘർഷപൂരിതമായൊരു ജീവിതമാണ്. ഒരു പശ്ചാത്തലത്തിൽ ഈ തൊഴിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചുവിടണം എന്ന് താല്പര്യപ്പെടുകയിട്ട ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ഒട്ടും കാണാത്തൊരു മേഖല, 2, ഒട്ടും നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യം വന്ന ഒരു അവസ്ഥ. അത് വളരെയധികം ആത്മസംഘർഷം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സാമൂഹിക തലത്തിലും മറ്റു തലങ്ങളിലും ഒക്കെ ഒത്തിരി പോയി തത്വങ്ങൾ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. When it comes down to putting it practice in my own church, I become helpless many times. അതുകൊണ്ട് അതൊരു ആത്മസംഘർഷം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതിനെ അതിജീവിച്ചേ മതിയാവും.
കുറേയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ വ്യവഹാരം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കുറേയൊക്കെ ശേഷിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ, വ്യവഹാരം എന്ന് പറയുന്നത് തന്നെ നല്ലൊരു കാര്യമല്ല, അപ്പോൾ അതിൽ ഇടപെടേണ്ടി വരുന്നുണ്ട് തീർച്ചയായിട്ടും. ചില ആളുകളെ കുറിച്ച് വളരെ കടുത്ത ഭാഷയിൽ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. ചില പ്രസ്ഥാനങ്ങളെ കുറിച്ച് കടുത്ത ഭാഷയിൽ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഒഴിവാക്കപ്പെടേണ്ടിയിരുന്നതാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഒഴിവാക്കാൻ പറ്റുകയില്ല. കാരണം സമാധാനത്തിനെതിരായി നിൽക്കുന്ന ഏത് വ്യക്തിയായാലും സമൂഹത്തെ ആയാലും എതിർക്കുക എന്നുള്ളത്, അതിനെ തുറന്നു കാണിക്കുക എന്നുള്ളത് സമാധാന പ്രക്രിയയുടെ തന്നെ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പം അത് ചെയ്യാതിരിക്കാനും എനിക്ക് ഒക്കില്ല. പക്ഷെ ചെയ്യുമ്പോൾ ചില ആളുകൾക്കെങ്കിലും അതുകൊണ്ട് കടുത്ത ദുഃഖമോ വേദനയോ ഉണ്ടാകുന്നു എന്നുള്ളത് എൻ്റെയും ഒരു മനപ്രയാസമാണ്. ഇതിനെ അതിജീവിക്കാൻ എന്തെങ്കിലും വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ തന്നെ ജനമാണ്. എൻ്റെ ജനവും എൻ്റെ അച്ഛന്മാരും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നോട് കൂടെ നിന്നിട്ടുണ്ട്. ഒരു കാലത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലം തന്നെ ആക്രമിക്കപ്പെടുകയും അവിടുത്തെ താമസം വളരെ ബുദ്ധിമുട്ടിലാകുകയും ചെയ്തപ്പോൾ ഓരോ രാത്രിയും 10-20 പേര് വീതം രാത്രിയും പകലും റോട്ടായിട്ട് എനിക്ക് കാവല് കിടന്നിട്ടുണ്ട്. ഭദ്രാസന ആസ്ഥാനത്തിന് സംരക്ഷണം നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി വളരെ തകർന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആളുകൾ വരുമ്പോൾ അവരുടെ വീടുകളിലുള്ള പച്ചക്കറിയോ അരിയോ ഒക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ച് തന്നെ വെച്ച് കുടിച്ച് എനിക്കും തന്ന് അങ്ങനെ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പം ആ അച്ഛന്മാരുടെയും ജനത്തിൻ്റെയും കളങ്കമില്ലാത്ത പിന്തുണയാണ് ഈ കാര്യത്തിൽ തന്നെ ശക്തിയോടെ നിലനിർത്തുക. ആ കൂട്ടത്തിൽ പറയാവുന്ന ഞാൻ മുമ്പ് പറഞ്ഞ കാലം ചെയ്ത ബാവ തിരുമേനിയുടെ ഒരു തുണ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ ലിറ്റിഗേഷൻ കേസൊക്കെ ഇത് എങ്ങനെ അവസാനിക്കുന്നു? ഇപ്പൊ വന്നിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എനിക്ക് തോന്നുന്നത് സഭാ ഐക്യത്തിൽ അത് അവസാനിക്കേണ്ടതാണ്. കാരണം സഭാ ഐക്യം ഉണ്ടാകണം എന്ന് ഒരു 75 മുതൽ 85% വരെ ആളുകൾ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു നിയമപരമായ അന്തരീക്ഷം ഉണ്ടായി വരുമ്പോൾ തീർച്ചയായിട്ടും സഭാ ഐക്യം സാധിക്കും. പക്ഷെ കുറച്ച് പേരെങ്കിലും മാറി നിൽക്കാൻ, അതൊരു ചെറിയ ശതമാനം ആളുകൾ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഭൂരിപക്ഷം സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും സഭാ ഐക്യം ഈ വ്യവഹാരത്തിന്റെ അവസാനത്തിൽ ഉണ്ടാകും എന്നുള്ള ഉത്തമ ബോധ്യക്കാരനാണ്.